ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു പാഷൻ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പാഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പല ആൾക്കാരുടെ ഉള്ളിലുണ്ട്. എല്ലാ പാഷനും നമുക്ക് ബിസിനസ് ആക്കാൻ പറ്റുന്നതാണോ? അതിന് ഏറ്റവും നല്ല കുറെ മോഡൽസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിനെ ചെക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോ ചെയ്യുന്ന എന്റെ പാഷനെ ബിസിനസ് ആക്കാൻ പറ്റുന്നതാണോ അതോ ഒരു ഹോബി ആയിട്ട് മാത്രം തീർന്നു പോകുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന പല മോഡൽസും ഉണ്ട്. ഏറ്റവും നല്ല മോഡൽ ഇക്കിഗായി മോഡലാണ്, അല്ലെങ്കിൽ ഐക്കിഗായി മോഡൽ. അപ്പൊ അവിടെ അവർ ചെക്ക് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്, 1. 2, അത് ചെയ്യാനുള്ള പ്രാവീണ്യം നിങ്ങൾക്കുണ്ടോ. ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പാഷനാണ്. നിങ്ങളുടെ പാഷൻ എന്താണ്, ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള, അത് ചെയ്തെടുക്കാനുള്ള പ്രാവീണ്യം നിങ്ങൾക്കുണ്ടോ, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിന് മാർക്കറ്റബിൾ ആണോ, അതിന് ആരെങ്കിലും പൈസ തരുന്ന ഒരു പരിപാടിയാണോ. 4, ഇതിനൊരു മാർക്കറ്റ് നീഡോ. മാർക്കറ്റ് നീഡ് ഉണ്ടായാൽ മാത്രം പോരല്ലോ, കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവണം. മാർക്കറ്റ് നീഡ് ഉണ്ടോ, വെദർ ദ വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്, ലോകം ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാധനമാണോ. ഈ 4 കാര്യങ്ങൾ ചേർന്ന് വരണം. 1, നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ, അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇഷ്ടം. 2, ആ പറയുന്ന കാര്യം, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം നിങ്ങൾക്കുണ്ടോ. എനിക്ക് ഒരുപക്ഷെ സിനിമ താരമാവുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്നുള്ള എന്റെ ഇഷ്ടമുള്ളൊരു കാര്യമല്ല, ഒരു സിനിമാ താരം. പക്ഷെ അഭിനയിക്കാനുള്ള കഴിവുണ്ടോ എന്ന് വെച്ചാൽ അതില്ല എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇതിനൊരു മാർക്കറ്റ് ഡിമാൻഡ് ഉള്ള കാര്യമാണോ. നിങ്ങൾ ഈ പറയുന്ന പരിപാടിക്ക് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ടോ, അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ 4 കാര്യങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ബിസിനസ് ആക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് ഹോബി ആയിട്ട് തീരും. സപ്പോസ് ഇതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് ഇരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ അതൊരു ഹോബിയാണ്, അതൊരു ബിസിനസ് ആയിട്ട് ഒരിക്കലും മാറില്ല. അപ്പൊ എല്ലാ പാഷനെയും നിങ്ങൾക്ക് ബിസിനസ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരിക്കും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ കുക്കിംഗ് ഒരു പാഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കുക്കിംഗ് അറിയാമോ? അല്ല, അറിയില്ല. പാഷനാണ്, എനിക്ക് ഭയങ്കര പാഷനാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞു അത്. പക്ഷെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സ്കില്ലുകളുടെ ഒരു ഗുണം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം. പാഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പഠിച്ചെടുക്കാം. നൗ കുക്കിംഗ് ഞാൻ പഠിച്ചെടുത്തു, അല്ലെങ്കിൽ കുക്കിംഗ് നന്നായിട്ട് ചെയ്യാനുള്ള പ്രാവീണ്യം എനിക്ക് ഉണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇതിനൊരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ? ഉണ്ട്. ഡെഫിനറ്റ്ലി നല്ല ഭക്ഷണം കൊടുക്കാൻ അതിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെന്ന് സംശയം. ഇതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് ഈ കുക്കിംഗ് എന്ന് പറയുന്ന പാഷൻ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കാൻ പറ്റും. റീഡിംഗ് ഒരു പാഷൻ ആയിട്ടുള്ളവരുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പണിയാണോ? അറിയാം. ഞാൻ കഴിയാവുന്ന 3 മണിക്കൂർ 4 മണിക്കൂർ വായിക്കുന്നതാണ്. ഇതിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ? റീഡിങ്ങിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതല്ല, ഞാൻ റീഡ് ചെയ്ത കാര്യങ്ങൾക്ക് ഒരുപക്ഷെ മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് വന്നു. അപ്പൊ എന്റെ പാഷൻ റീഡിംഗ് ആണെങ്കിലും ഞാനത് ബിസിനസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് റീഡിംഗ് അല്ല ഞാൻ എന്റെ ബിസിനസ് ആക്കുന്നത്. ഒരുപക്ഷെ ഞാൻ അതിൽ നിന്നുള്ള ലേണിങ്ങിനെ ഒരു കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ടോ പ്രൊവൈഡ് ചെയ്യുന്നതിലായിരിക്കും നമ്മൾ അതൊരു ബിസിനസ് ആക്കി മാറ്റുമ്പോൾ ആ പാഷനെ മാറ്റുന്നത്. അപ്പൊ ഒരു പാഷനെ അതേപടി തന്നെ ബിസിനസ് ആക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് ട്വീക്ക് ചെയ്താൽ അതിനെ ബിസിനസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു വരും.